Hello students, today we are going to see the energy of a simple harmonic oscillator. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ കാണാമെന്ന് നോക്കി, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി പറഞ്ഞു. ആൻഡ് യു ഹാവ് ഗോട്ട് എൻ എക്സ്പ്രഷൻ ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൻ്റെ എനർജി, അപ്പോൾ ടോട്ടൽ എനർജി കാണണമെങ്കിൽ യു ഷുഡ് നോ ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. So first we will see how to calculate the potential energy, and then we will see the kinetic energy, and we will sum these two. എന്നിട്ട് നമ്മൾ ടോട്ടൽ എനർജി കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ എനർജിയുടെ നമുക്ക് നേരത്തെ അറിയാം. പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ എനർജിയൊക്കെ പഠിച്ചു, വർക്ക് എനർജി എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിച്ചു. അപ്പോൾ അതിലിതുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീനെ you can expand, you can find an expansion for the potential energy around a point x0, that will be equal to u of x is equal to u of x0 plus x minus x0 du by dx at x0, x minus x0 the whole square by 2 factorial d square u by dx square at x0, x minus x0 the whole cube by 3 factorial d cube by dx cube at x0, etc. and it will have higher powers. It is an infinite series. ഇനി ഇതിൽ നോക്കുക, നമുക്ക് ഹയർ പവേഴ്സൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. ബിക്കോസ് ദ ഹയർ പവേഴ്സ് ഇത് നമ്മൾ സ്മോൾ ഓസിലേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഹയർ പവേഴ്സ് വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ ആൻഡ് യു ക്യാൻ ജസ്റ്റ് നെഗ്ലക്റ്റ് ദീസ് ഹയർ ഓർഡേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ടേംസ് ഒക്കെ ഒഴിവാക്കാം. ഇവിടെ വരെ കൺസിഡർ ചെയ്താൽ മതി. യു ഓഫ് x0 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം. ഇനി സെക്കൻഡ് ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x minus x0 du by dx at x0. du by dx at x0 means the first derivative of potential is what? It is force. അല്ലേ, നമ്മുടെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയുന്നത് ദ റെസ്റ്റോറിങ് ഫോഴ്സ് ആണുള്ളത്. ദാറ്റ് റെസ്റ്റോറിങ് ഫോഴ്സ് വിൽ ബി 0 അറ്റ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇതെന്ന് പറയുന്നത് എങ്ങനത്തെ ഫോഴ്സാണ്? സെൻട്രൽ ഫോഴ്സാണ്. ഇറ്റ് ഈസ് ഡയറക്റ്റ് ടുവേർഡ്സ് എ പോയിൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഫോഴ്സാണ്. നമുക്കറിയാം കൺസർവേറ്റീവ് ഇങ്ങനത്തെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ du by dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിൽ ബി ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് എന്ന വാല്യൂ ഇറ്റ് വിൽ ബി 0 അറ്റ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. കാരണം ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിൻ്റെ മേലെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. റെസ്റ്റോറിങ് ഫോഴ്സ് പറഞ്ഞാൽ അതിനെ ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സാണ് റെസ്റ്റോറിങ് ഫോഴ്സ്, അല്ലേ? അപ്പം നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിൽ അതിന് മേലെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടല്ല. ദാറ്റ് ഈസ് വൈ ദറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദി ഇക്വിലിബ്രിയം സ്റ്റേബിൾ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിൻസ് du by dx വിച്ച് ഈസ് എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 അറ്റ് x ഈക്വൽ ടു 0. So you will be left with two terms, u of x0 plus x minus x0 the whole square by 2 factorial d square u by dx square at x0. Any d square u by dx square at x0 is the spring constant, that is equal to k. അത് നമ്മൾ ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് u of x is equal to u of x0 plus half k x minus x0 the whole square എന്ന് കിട്ടും. ഇനി നമ്മൾ എക്വിലിബ്രിയം പോയിന്റിനെ x0നെ 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്താ വരിക? u of x is equal to u of x0 plus half k x square എന്ന് വരും. x0 എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയില്ലേ, ഇവിടെ 0 ആവും, x square മാത്രം വരും. ഇനി ഇത് പൊട്ടൻഷ്യൽ എനർജി, ഈ u of x0 എന്ന് പറയുന്നത് എക്വിലിബ്രിയം പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അതേ നമ്മൾ 0 ആയിട്ട് എടുക്കുക. പൊട്ടൻഷ്യൽ അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ you will get a very simple equation for the potential energy, that is u of x is equal to half k x square. So the potential energy at the the equation for potential energy for a harmonic oscillator is u is equal to half k x square. ഇനി നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ അറിയാം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. and which is given by x is equal to a cos omega 0 t plus phi. അപ്പോൾ omega 0 t plus phi ആണ്. t is the time, instantaneous time ആണ്. അങ്ങനെയാണെങ്കിൽ
നമുക്കിത് ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് സ്ക്വയർ വിൽ ബി എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ 0 t plus 5. So you will get the equation for potential energy as half k a square cos square omega 0 t plus 5. അപ്പം നമുക്കിനിപ്പം പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഇനി നമുക്ക് എന്ത് കാണണം? കൈനറ്റിക് എനർജി എങ്ങനെയാണെന്ന് കാണണം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വളരെ ബേസിക് ഇക്വേഷൻ ഫോർ എ മെക്കാനിക്കൽ സിസ്റ്റം ഇസ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. അവിടെ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സിസ്റ്റം ആൻഡ് വി ഇസ് ദ വെലോസിറ്റി. വെലോസിറ്റീനെ സ്ക്വയർ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയാം. എക്സിൻ്റെ വാല്യൂന്ന് നമുക്കറിയാം പൊസിഷനാണ്, എക്സ് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷനാണ് എക്സ് എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി വിൽ ഗീവ് യു ദി വെലോസിറ്റി, ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. അപ്പം വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി ടി ആണ്. യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എക്സ് ഡോട്ട്. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എക്സിനെ നേരെ മേലെയാണ് ഡോട്ട്. എനിക്ക് എൻ്റെ ഇക്വേഷൻ എഡിറ്ററിൽ ഇത് ഇങ്ങനെ സൈഡിലേക്കാണ് വരുന്നത്, നേരെ മേലെ വരുന്നില്ല. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് എക്സ് എഴുതിയിട്ട് നേരെ തന്നെ എക്സ് ഡോട്ട് ഇടാം. അപ്പോൾ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എ കോസ് ഒമേഗ 0 t ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എ സൈൻ ഒമേഗ 0 t എന്ന് വരും അല്ലേ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ്. പിന്നെ ഇതിന് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഒമേഗ 0 t ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ 0 ഉണ്ടാവും. സോ വി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ 0 എ സൈൻ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. ഓക്കെ, അപ്പം മൈനസ് ഒമേഗ 0 എ സൈൻ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ എന്താണ് ഹാഫ് എം എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പ്രഷനിൽ അതേപോലെ തന്നെ ഇതിനെ സ്ക്വയർ ചെയ്തു. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ പ്ലസ് ആവും ഒമേഗ 0 എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. ഇനി നമ്മളതിന് വേറൊരു എക്സ്പ്രഷനും കൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഇക്വേഷന് സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5നെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സോ യു ക്യാൻ റൈറ്റ് സൈൻ സ്ക്വയർ ആസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എ സ്ക്വയറിന് ഇതിനുള്ളിലേക്ക് എടുക്കുകയാണ്. സോ എ സ്ക്വയർ ഇതിനെ ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് പറയുന്നത് നമുക്കറിയാം ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ എക്സ് അല്ലേ, പൊസിഷൻ്റെ എക്സ്പ്രഷനാണ്. സോ യു ക്യാൻ റൈറ്റ് ദ കൈനറ്റിക് എനർജി ആസ് ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യം വരും. സോ യു ഷുഡ് റിമെമ്പർ ദിസ് ഇക്വേഷൻ ഓൾസോ. ഇനി നമുക്ക് ടോട്ടൽ എനർജി കാണാം. സോ യു know the expression for potential energy and kinetic energy. So you can find out the total energy. So total energy will be equal to kinetic energy plus potential energy, and you are writing the expression for kinetic energy as half m omega 0 square a square sin square omega 0 t plus 5 plus എന്ത് എഴുതാം potential energy, that is half k a square cos square omega 0 t plus 5. ഇനി ഇവിടെ നോക്കൂ, ഈ എം ഒമേഗ 0 സ്ക്വയറിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമുക്കറിയാം ഒമേഗ 0 ഇസ് റൂട്ട് ഓഫ് കെ ബൈ എം ആൻഡ് ഒമേഗ 0 സ്ക്വയർ വിൽ ബി കെ ബൈ എം റൂട്ട് ഒഴിവാക്കിയിട്ട്. സോ കെ ബൈ എം എന്നാകുമ്പോൾ എമ്മും ക്യാൻസൽ ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് എന്ത് വരും? ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. സോ യുവർ എക്സ്പ്രഷൻ വിൽ ബി ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5. ശരിയല്ലേ? പ്ലസ് എന്ത് വരും? നമ്മൾ നേരത്തെയുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അതേപോലെ. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള ഇക്വേഷനാണ്. നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ടേം ഉണ്ട് ഹാഫ് കെ എ സ്ക്വയർ. അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ബാക്കിയുള്ള ടേംസ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സൈൻ സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ 0 t പ്ലസ് 5 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം അഗെയിൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് 1. സോ യു വിൽ ഗെറ്റ് ദിസ് വിൽ ബി 1. ഇതിനുള്ളിലുള്ള ടേംസ് ഈക്വൽ ടു 1 ആണ്. സോ ദ ടോട്ടൽ എനർജി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഹാഫ് കെ എ സ്ക്വയർ.
ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കൂ, ഇതിലെ ടേംസ് ഇത് സൈൻ ഒമേഗ ടിയും കോസ് ഒമേഗ ടിയും ഒന്നും വേരിയേഷൻ ഒന്നുമില്ല. ഒറ്റൊരു രണ്ട് കോൺസ്റ്റൻസ് ആണ്. കെ എന്ന് പറയുന്നത് നമ്മളെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ആണ്. എ എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേഷൻ, അതിൻ്റെ സ്ക്വയർ. സോ ദ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു എനർജി ഡയഗ്രാം വരയ്ക്കുകയാണ്. യു ആർ ഗോയിങ് ടു പ്ലോട്ട് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എനർജി ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എനർജി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിൽ നമ്മളെ പൊസിഷൻ ഉണ്ടാവും, വൈ ആക്സിസിൽ നമ്മൾ എനർജി ഉണ്ടാവും. അപ്പോൾ എക്സ് ആക്സിസിൽ പൊസിഷൻ നമുക്ക് 0 ആണ്, നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തത്. ആൻഡ് യു ഹാവ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ. ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തിൽ സ്മോൾ എ ആണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മൾ ശരിക്കും ഇവിടെ ഇക്വേഷനിലേക്ക് എടുത്തത് ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിപ്പോൾ ഞാൻ ഡയഗ്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടില്ല, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഒരു സൈറ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ സ്മോൾ എ എന്ന് പറയുന്നത് ഇതിന് പകരം നമ്മൾ ശരിക്കും എടുത്തിരിക്കും ക്യാപിറ്റൽ എ ആണ് നമ്മുടെ ഇക്വേഷൻസിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് വാട്ട് ഇസ് സ്മോൾ എ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി ആദ്യം പ്ലോട്ട് ചെയ്യാം. ടോട്ടൽ എനർജി എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഹാഫ് കെ എ സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ. ദിസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഇനി പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നോക്കാം. അത് കോൺസ്റ്റൻ്റ് അല്ല, അത് നമുക്ക് സൈനും കോസും ഒക്കെ ഉണ്ട്. അതൊരു പോയിന്റിൽ സൈനും കോസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേം ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതിലുള്ള ഒരു ഫംഗ്ഷനാണ് അല്ലേ. ഈ പൊട്ടൻഷ്യൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ഹാഫ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് അല്ല. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൊസിഷനിലും ഓരോ വാല്യൂ ആണ് എക്സിന്. അതായത് എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5 ആണ്. ഇത് ദിസ് ഈസ് എ സൈനസോയിഡലി വാരിയിങ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, എക്സിൻ്റെ ഹാഫ് കെ എക്സ് സ്ക്വയറിനാണെങ്കിൽ എക്സിന് 0 നമുക്കറിയുന്ന രണ്ട് പോയിൻറ്റ്സ് എങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക? നമുക്കറിയുന്ന രണ്ട് പോയിൻറ്റ്സ് എക്സിൻ്റെ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സിന് 0 ആവുന്ന നേരം എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. എക്സ് 0 ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? ഈ ഇക്വേഷൻ നോക്കുക. എക്സ് 0 ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എക്സ് ഹാഫ് കെ 0 സ്ക്വയർ എന്ന് വരും അല്ലേ. അതിൻ്റെ വാല്യൂ 0 ആണ്. സോ ദിസ് വിൽ ബി 0 പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ 0ൽ എക്സ് ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ എനർജി ഇസ് 0. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ റെഡ് കർവാണ്. അപ്പം ഇവിടെ 0 വരും. ഇനി മാക്സിമം നമുക്കറിയുന്ന വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സിന് പകരം എ എന്ന് കൊടുക്കാം. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എക്സിൻ്റെ വാല്യൂ എ ആയിരിക്കും. കോസിൻ്റെ വാല്യൂ മാക്സിമം ആവുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എന്താ പറയുക? ഹാഫ് കെ എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജീനെ ടച്ച് ചെയ്യും. അറ്റ് എ ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എനർജി. That is, at maximum amplitude of the oscillation, the potential energy of the oscillator will be equal to its kinetic, equal to its total energy at the maximum amplitude. Okay. അപ്പോൾ അത് ഓർത്തിരിക്കുക. ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആവും. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ? ശരിയല്ലേ? ഇനി നോക്കാം, നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇതേപോലെ നോക്കാം. കൈനറ്റിക് എനർജിയുടെ നമ്മൾ ഇതേപോലെ നോക്കാം. യു ഹാവ് ടു കൺസിഡർ ദിസ് ഇക്വേഷൻ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയും ആണ് രണ്ട് പോയിൻറ്റ്സ് നമുക്ക് പൊസിഷൻ്റെ കാര്യത്തിൽ അറിയുന്നത്. ഇവിടെ ഇതുപോലെ ഈ ടേംസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. എക്സ് ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 നമുക്ക് എടുക്കാം. എക്സ് ഈക്വൽ ടു 0യിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. എക്സ് 0 ആയിപ്പോയില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ എനർജി അല്ലേ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ എനർജി. ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി വിൽ ബി അറ്റ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഓർ യു ക്യാൻ സേ at the equilibrium position the kinetic energy will be equal to the total energy of the oscillator. Okay. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റ് നോക്കാം. ദാറ്റ് ഈസ് അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ അറ്റ് ദി ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ സ്ക്വയർ വരും ഇവിടെ. സോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വിൽ ബി 0. സോ യു വിൽ ബി ഹാവിംഗ് ദ കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു എയിൽ കൈനറ്റിക് എനർജി 0 ആണ്. ഇനി ഇവിടെ പ്ലോട്ട് ഇതാണ് ഇപ്പോൾ ഈ പ്ലോട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, എപ്പോഴും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്.
അതായത് ടോട്ടൽ എനർജി ഇവിടെ കൈനറ്റിക് എനർജി 0 ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എനർജി. ഇവിടെ അതേപോലെ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ഓക്കെ, സോ ദ ടോട്ടൽ എനർജി വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ നോക്കാം. ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയാണ്, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് വേർ x ഈക്വൽ ടു a/√2. ഇത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അറ്റ് വാട്ട് പോയിന്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജി എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ആവി മാറാൻ നോക്കുക. എങ്ങനെ ചെയ്യുക? രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യുക, എക്സിന് വേണ്ടി സോൾവ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് a/√2 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനർജിയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. So in the next video we will see the average value of the function and then the damped harmonic oscillator. Thank you.